ഇനി 3 വർഷം ബാക്കിയുണ്ട്. ഞാൻ എങ്ങനെയാണ് അവളെ ഫേസ് ചെയ്യുക? ഇതൊക്കെ അവൾ നോ പറഞ്ഞാലല്ലേ? അവൾ യെസ് പറഞ്ഞാലോ? ഞാനും നീയും ഫ്രണ്ട്സ്, നമ്മുടെ ഗേൾ ഫ്രണ്ട്സും ഫ്രണ്ട്സ്. ഇനി 3 വർഷം ബാക്കി. നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫ്ലിപ്പ്. നീ എന്താ അങ്ങനെ ആലോചിക്കാതെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബാക്കി നമുക്ക് നല്ലൊരു ഹംപി ദോശ കഴിച്ചാണ് സംസാരിക്കാം. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ. തൊണ്ടയിൽ മാത്രമല്ല മനുഷ്യന്മാര് പാടുന്ന പാട്ടും അറിയാലേ. ഹോസ്റ്റൽ വിളിച്ചിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ചെയ്തോളാം. എന്താ കേൾക്കുന്നത്? ശരി. യേശുദാസ് ആയിരിക്കും അല്ലേ അയൺ മേഡന്റെ ലീഡ് സിംഗർ? എടി പൊട്ടി, ദേ അങ്ങോട്ട് നോക്ക്. ഓക്കെ ഓക്കെ, ഇപ്പൊ വരാം. ബിസിയാണോ? ദിയരോട് ഒരു ഫുൾ ഡേ കറങ്ങി നടക്കാനുള്ള ചാൻസ് നിനക്ക് ഇപ്പൊ കിട്ടും. കൂടുതലൊന്നും പറയാൻ സമയമില്ല. ഹിന്ദിക്കാർ ഓൾറെഡി ബഹളം വെച്ച് തുടങ്ങി. നീ നോക്കാം. ഹിന്ദിക്കാര് പണ്ട് ദസറ ഫെസ്റ്റിവലിന്റെ സമയത്ത് ഇതിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് രാജാവ് താഴെ നടക്കുന്ന പാട്ടും ഡാൻസും പട്ടാളത്തിന്റെ മാർച്ചും ഒക്കെ കണ്ടിരുന്നത്. ഹിസ്റ്ററി ക്ലാസ് ഒന്നും മതിയാക്കടാ, ഞങ്ങളെ അടുത്ത സ്ഥലം കാണിച്ചതാ. എടാ, ഹംപി അങ്ങനെ ഒരാൾ കാണിച്ചു തരേണ്ട സ്ഥലമൊന്നുമല്ല, സ്വയം കണ്ടുപിടിക്കേണ്ട സ്ഥലമാണ്. ഇറ്റ്സ് എൻ എക്സ്പ്ലോറേഴ്സ് പാരഡൈസ്. ഇന്ന് ഹംപിയിലെ നമ്മുടെ ആദ്യത്തെ ദിവസത്തിന് വേണ്ടി വരുൺ ഹാസ് പ്ലാൻഡ് സംതിങ് റിയലി അമേസിംഗ്. 4 ക്ലൂ, 4 ലൊക്കേഷൻ, 4 മണിക്കൂർ ഹംപി മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു മാസീവ് ട്രെഷർ ഹണ്ട്.